എന്നാ എനിക്കൊന്നും വേണ്ട കേട്ടോ. എനിക്ക് വേണം. രാവിലെ തണുപ്പൊക്കെ ആയി കുളി ചെറിയ ചൂടുവെള്ളം കുളിക്കാൻ നോക്ക് താളനെ പോലെ. എന്നാ ഉണ്ടാക്കുന്നതിന്? അതന്നെ അതിനകത്തോ? എനിക്ക് കുഴക്കുന്ന അങ്ങനെ ഇഷ്ടമില്ല. അമ്മയ്ക്കാണൊക്കെ എല്ലാവർക്കും കുഴക്കുന്ന ഇഷ്ടമില്ല. ഏറ്റാത്ത ഒരാളും കപ്പ ചെയ്തിട്ട് തേങ്ങ ചിരടിയല്ലേ അമ്മയ്ക്കാണത്. പിന്നെ അമ്മയ്ക്കാണ് ഇങ്ങനെ ഉടച്ചിട്ട് തേങ്ങ ഇട്ടിച്ച് കൊടുക്കും. നീ എന്തോ നിനക്ക് വേണ്ടതാ? ഇങ്ങനെയൊക്കെ പറയാമോ? വേണ്ടെങ്കിൽ എനിക്ക് കയറാൻ പറഞ്ഞു. തുണി വിരിച്ചിടുന്ന ഉടനെ മഴ പെയ്യും. വീണ്ടും മഴ പോയി വെയിൽ വന്നു. തുണി വിരിച്ചിട്ട് പരിപാടിയൊക്കെ ഉണ്ട്. എന്നാ പണിയാടി? എന്നാ പണിയാ? എന്നോട് ഫോൺ എടുക്കല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ലോക്ക് അടിക്കാതെ ഞാൻ കാണിക്കാനാ. പിന്നെ സ്ഥലം പോലും ഇല്ലാത്ത പോലെ ഉണങ്ങിയതെല്ലാം കൊണ്ട് അവിടെ ഇട്ടേക്കുക. ഓ തീർന്നോ? എന്നാ ഇനി ഇനി ഇത് ഓണാണ് എപ്പോഴും കേട്ടോ. ആ ഇല്ല എപ്പോൾ അലം ഉണ്ടാക്കുന്ന ആ സെക്കൻഡ് ഞാൻ ഇത് ഓണാക്കും. കാര്യം ചേട്ടായിരിക്കും എഡിറ്റ് ചെയ്യുന്നത് എങ്കിലും എപ്പം നോക്കിയാൽ എനിക്ക് അലമ്പുണ്ടാക്കിയാൽ മതിയല്ലോ. വേറെ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലോ. വീഡിയോ എടുക്കുന്ന ഭയങ്കര പണിയാണ്. നമ്മളത് നോക്കിയിരിക്കണം. അതുകൊണ്ട് നമുക്ക് സംഭവം ചെയ്യാൻ പറ്റില്ല. Apa questão?
നിൽക്കേ, ഞാൻ എടുത്തോളാം. ഞാൻ ഇത് പിടി. ഇങ്ങനെ പിടിക്കാം. ഒരു ഭയങ്കര വെയിറ്റ് അന്തരം. ആ അതെന്ത് തരം പക്ഷിയാ? മഴ പോയി, പക്ഷെ മഴയുണ്ട്. ഉണ്ടെന്നേ മഴ. വെറ്റ് വെച്ചാലോ? ചെറുതല്ല ഒരിടത്ത്, വലുതല്ല ഒരിടത്ത്, എല്ലാം അടുപ്പിച്ച് അങ്ങനെ ഇടണം. അല്ല ഞാൻ എടുക്കാനും പറ്റിയ ഓമ്പാ ആന അവിടെ വരെ പോകണ്ട. മഴ കഴിയുമ്പോൾ തന്നെ എടുക്കാൻ പാടില്ല. എല്ലാം അടുപ്പിച്ചിടണം ഒരേ സ്ഥലത്ത്. ഇല്ല, ഈ വീട്ടിലെ എല്ലാ പണി എന്താ ചേട്ടാനായിരുന്നു. അപ്പോൾ ചുമ്മാ അത് ആരും അറിയാതെ പോകരുത്. ആന ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ ഒരു പണിയല്ലേ. ഓക്കെ, എന്താണ് ഇതിൻ്റെ പ്രശ്നം? നിനക്ക് എന്നാ പ്രശ്നം? തീ വെക്കത്തില്ല, തീ വെക്കത്തേ ഇല്ല ഞാൻ. നോക്കണ്ട, 24 മണിക്കൂറും ടി വി. ആ എന്തിനാ? നീ തന്നെ കാണുമോ കാണാതിരിക്കാതെ? എപ്പോഴും എന്നത്തിനാ ടി വി? ചെറിയ ചാറ്റൽ പോയി. തീ നിർത്താൻ പോന്നാ? പറഞ്ഞു പറ്റിക്കല്ലേ നീ? നീയാ പറ്റിച്ചത്. വെയിൽ ധന ഇല്ല, ഇപ്പൊ ഒച്ച കേട്ടെ. കയറി വന്നപ്പോ എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പിടിയിരിക്കും. ഇങ്ങനെ വെച്ചു, അല്ലെങ്കിൽ അങ്ങോട്ട് കയറ്റി വെച്ചാലും ഓട്ടോറിക്ഷയേ ഉള്ളൂ. അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് നേരെ അങ്ങനെ വെച്ചാലും കുഴപ്പമില്ല, ഇവിടെ ചേർത്ത് വെച്ചാലും കുഴപ്പമില്ല. അങ്ങോട്ട് കയറ്റി പോകാം. എവിടെ പോകാൻ വന്നോ? എവിടെ പോകാൻ വന്നോ? ഞാൻ തോട്ടത്തിൽ പൈസ കൊടുക്കാറുണ്ട്. അതെനിക്കറിയാം. അതുകൊണ്ടേ ഇതെന്താ സംഭവം? അത് ചെറിയ ഏറുമാടം. ഹായ് ബേബി.
കഴിച്ചോ? കഴിച്ചോണ്ടിരിക്കുവാ. എന്നാ കഴിച്ചോ നീ? തീർന്നു. ഇത് കൈ കഴിക്കും. ഇതെന്നാ ഈ വഴിയൊക്കെ? നിങ്ങൾ വഴിതെറ്റി വല്ലതും വന്നാണോ? കഴിച്ചോ കിട്ടാതെ ആ എന്നാലും വന്നല്ലോ. മരിക്കുന്നതിന് ഇപ്പം വരണ്ടേ? ആരാവുന്നതിന് മുന്നേ ഇരിക്കും. എന്നാടി നിനക്കൊള്ളാം പിടിക്കും. ഹാപ്പി ബർത്ത്ഡേ. അതെ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. എന്ത് പണ്ടത്തെ മാറ്റമൊന്നും വെച്ചില്ലല്ലേ? ആർക്കാ വീട് വേണോ വെച്ചാ വീട്ടില് വീട് വലിയ മാറ്റം. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് എനിക്ക് ഇവിടെ നമ്മുടെ കിണറില്ലേ? ചായ വേണ്ട. ആ വേണ്ട അവിടെ കൊണ്ടുപോകും. കിണർ അവിടെ. അല്ല, ഇവിടെ കൊണ്ട് തന്നെയായിരുന്നല്ലോ. ആ അതല്ല ഓക്കെ ഗൂഗിൾ അത് കഴിഞ്ഞ് വെച്ചില്ലേ? അത് കഴിഞ്ഞാ വന്നില്ലല്ലേ? ആ കിണർ അവിടെ സെറ്റപ്പായി ഇരിക്കുമ്പോ എനിക്കറിയായിരുന്നു. അവിടെ അന്നേരം കൊണ്ട് നീന്തി പിടിക്കായിരുന്നു. അപ്പെടുത്താം. ഞാൻ കേട്ടോ ഇവിടെ നീ അത് മൊത്തം എടുത്തോ നിനക്കാണ്. ഇവിടെ കണ്ടിട്ടുണ്ടോ? ഇവിടെ കണ്ടിട്ട് സത്യത്തില്ല ആരും പറഞ്ഞില്ല. ഞാൻ കാണുന്നുണ്ട്. നീ ഉണ്ടോ? ഓ അങ്ങനെ ഇതിനകത്ത് അല്ല ഇവിടെ കണ്ടില്ല. ഇല്ലെന്ന് തോന്നുന്നു. ഒരു സൂത്രമാണ്. നല്ല എടുത്തോട്ടെ. അന്ന് വന്നപ്പോ ഉണ്ടായിരുന്നോ? പണ്ട് വന്നപ്പോ ഇവിടെ ഇല്ല. പാത്രം എടുത്തുണ്ടോ? എന്താന്ന് വെച്ചാ അന്ന് മെറ്റാളൊക്കെ ഉള്ളൂ. ആ അതെ അതെ മോശമാണ്. ഇത് ആരാന്നോ തടി നീ ഓടി വന്ന ഇത് മാത്രം കഴിക്കുന്നത്? സ്വന്തം അല്ലേ? നാരായണ അല്ല ഈ എല്ലാവർക്കും അറിയില്ലേ? എനിക്കറിയാടി. അത് തമാശയായിട്ട് പറഞ്ഞതല്ല. ഇന്നറിയില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. ഇല്ലില്ല. നാരായണ സ്കൂളിൽ പോയി. മമ്മിയെ ഉള്ളിടാൻ വേണ്ടി പോയതായിരിക്കും. ഇച്ചിരി ഇന്നലെ ഞാൻ കുറച്ചാണ് ദുബായിലായിരുന്നു. പിന്നെ എവിടെ ദുബായില്? നമുക്ക് പോകാനില്ല. ചുമ്മാതെ ദുബായിലൊന്നും പോയില്ല. ആർക്കറിയാം? ആയിരുന്നു. ഇരിക്കുവനെ പിന്നെ അരുണിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും. ആരാടി ഇത്? വിളിക്കും. ഇവര് പറയും. ദുബായി പോയി. ഇതൊന്നും സമ്മതിക്കില്ല. എന്നാ പറഞ്ഞാലും സമ്മതിക്കില്ല. ഇല്ല സമ്മതിക്കത്തില്ല. കഴിഞ്ഞിടയ്ക്ക് എങ്ങാണ്ട് ഒരാളെ കണ്ടായിട്ട് എനിക്ക് ഓ ഓർമ്മ പിന്നെ ഭയങ്കര എന്നാണ് സൈനോട് ചോദിക്കാൻ പറ്റുന്നു. സൈനയിൽ കാണുന്നുണ്ടായിരുന്നു അല്ലേ? ഒരു തവണ ഞങ്ങൾ പറഞ്ഞേ എല്ലാരും 3 പേര്. അതറിയാം. മൂത്ത ആൾക്ക് ജോലിയുണ്ട്, രണ്ടാമത്തെ ആൾക്ക് ജോലിയുണ്ട്. ചെറുക്ക് പയ്യനോ? മൂത്ത മോള ലീന മൂത്ത അവനെന്താ ജോലിയാ? അവള് പൈത്തണ്ടവരപ്പുറ പ്രോഗ്രാം ചെയ്യുക. അവർ പ്രോഗ്രാം ചെയ്യുക പൈത്തൺ ഡെവലപ്പറ, അതായത് BSc കമ്പ്യൂട്ടർ സയൻസ്. എനിക്കതിനെ കുറിച്ച് അവർക്ക് 25. മറ്റാ ജിത്തു അവന് 24. അതിനായിട്ട് 1 വയസ്സ് 1.5 വയസ്സ് ഏറ്റവും ഇളയ 6 വയസ്സിനുള്ള വ്യത്യാസമുണ്ട്. അവനവിടെയുണ്ട് പർണശാലയില്ല ചുമക്കന്നൂർ. അവിടെ ഡെക്കറേഷൻ പരിപാടിയൊക്കെ. അവന് ഈ മെക്കാനിക്കൽ പഠിക്കായിരുന്നു. അതെല്ലാം പോലെല്ലാം ഓക്കെ ആയില്ല. അവന് അതിനോട് ഒരു താല്പര്യം. അവന് താല്പര്യമുള്ള ഇതാ രീതിയില്ല. മൂന്നാമത്തെ ഡിഗ്രി. ശരിയാ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആവേശം കാണാൻ പോയപ്പോ ഒരുത്തനുണ്ടായിരുന്നു അവിടെ. അങ്ങനെ കണ്ട് അല്ലേ? ഈസിനല്ലേ കണ്ടേ അല്ലേ? അവൻ സകല പടത്തിനും പോവും. സകല പടത്തിനല്ല ഊട്ടിക്കും പോയി. അതിൽ ബൈക്കും ഉണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ അത്യാവശ്യ പരിപാടിയൊക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് അവന് ഒരു പണ്ടത്തെ യമഹാ 135 എന്ന് പറഞ്ഞ് പണ്ടത്തെ വണ്ടിയാ. ഒരുപാട് കുഴപ്പമുള്ള അവൻ അങ്ങനത്തെ പഴയതാണ് താല്പര്യം. പുള്ളി അത് റെഡി ആക്കിക്കുള്ളൂ ഇടയ്ക്ക് സ്വന്തമായിട്ടൊക്കെ. അപ്പൊ അതാ ഇപ്പൊ അടുത്തിപ്പോ അതാ പഠിക്കുന്നത്. അവൻ അരുവിത്രയിലായിരുന്നു, അരുവിത്ര കോളേജില്. 1 വർഷം കഴിഞ്ഞപ്പം പുള്ളിക്ക് പറഞ്ഞു നേരത്തെ താല്പര്യം മെക്കാനിക്കലായിരുന്നു പുള്ളിക്ക്. അതായത് ഈ
വണ്ടിയുടെ അതായത് മാരുതി പിന്നെ ബുള്ളറ്റ് ഈ 2 ഓപ്ഷനാണ് ഉള്ളത്. അപ്പൊ ആ രണ്ടിലുള്ളത് പുള്ളി അങ്ങനെ ചേർന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞാ ഇത് നീ ഡിഗ്രി പൂർത്തിയാക്കാം, എന്നിട്ട് പിന്നെ എന്റെ വെള്ളം പോകും. 1 വർഷമൊക്കെ കഴിഞ്ഞപ്പം എനിക്ക് പറ്റിയില്ല. അതിന്റെ അവന് മനസ്സിലായി ഇതുകൊണ്ടാണ് ഈ ഡിഗ്രി കൊണ്ട് നടക്കാന്നുള്ളൂ. 2 വർഷം പോയാല് പോയതുവാ. അപ്പൊ അങ്ങനെ പോവാ. അപ്പം 2 വർഷത്തെ ഉണ്ട്. 2ാമത്തെ വർഷം വെളിയിലോട്ട് പോകാനുള്ള കോഴ്സാണ് പറ്റിയ. അപ്പൊ 1 വർഷം കൊണ്ട് 6 മാസം കഴിഞ്ഞ പിന്നെ 4 മാസം ഏതെങ്കിലും കമ്പനിയിലായിരിക്കും മാരുതിയുടെ. അവിടുത്തെ അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വരണം. ഒരു 3 മാസം കൊണ്ട് കഴിഞ്ഞ് നമ്മുടെ അവിടുത്തെ പോയി കപ്പാട് പോയി 6 വർഷം താമസിച്ചു. അറിയാം കപ്പാട് പോയി മേടിച്ചാൽ 12 സെന്റ് സ്ഥലം ഒരു വീടുകൂടെ. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും കായരപ്പള്ളിക്ക് ഒരു 1 വർഷമായി. കായരപ്പള്ളിയില് മാണ്ടികുടിയോട്ട് അമ്മാവിന്റെ വീടിനോട്ട് ഇറങ്ങി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട. ഇറങ്ങി 100 മീറ്റർ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ പാലത്തെ കാണാം. കണവപ്പുഴയിലെ ഹോസ്പിറ്റലുകാരുടെ വീടായിരുന്നു പുറകില്. അമ്മാവെന്ന് പറഞ്ഞാൽ ഒച്ചച്ചനാരിയാ പറയുന്നത്. ശശിയമ്മാവൻ അവര് നേരത്തെ അവിടെ താമസിക്കുന്നത്. ഇപ്പൊ താമസിക്കുന്നത് ഇപ്പൊ എവിടെയാ അങ്ങനല്ലേ? ആശുപത്രിയുടെ കുന്നലാശുപത്രിയുടെ താഴോട്ട് കിടക്കുന്ന വഴിയാ. നമ്മളെ എനിക്ക് തന്നെ സെന്റ് ജോസഫ് സ്കൂളിന്റെ ആ വഴി എല്ലാം ചേർക്കടെ പോകുന്ന അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കുറച്ച് ദാസനാടാരുടെ അവിടെ ഉണ്ടായിരുന്നു. കണക്ക് നമ്മള് ദാസനാടല്ലേ ഈ അത് കഴിഞ്ഞാലിപ്പം വണ്ടി അവിടെയാണ് ഞാനെപ്പോഴും മണ്ണറക്കാൻ റൂട്ടില്ല. മണ്ണറക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഞങ്ങള് എനിക്ക് മിക്കവാറും കാണും. ഞാൻ അവിടെ വണ്ടി സർവീസ് ചെയ്യാനൊക്കെ അവിടുത്തെ വണ്ടിയെല്ലാം കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ കാണും ഭക്ഷണം പറയും. അവിടെ ഇപ്പം പറഞ്ഞിരുന്നില്ല അങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് ഒരു 100 മീറ്റർ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ചക്കലം ഒത്തിരി ഉള്ളൂ. സത്യത്തില് കായപ്പള്ളി എന്ന് പറയാൻ ഒരു 1.5-2 കിലോമീറ്റർ കഷ്ടിയേ ഉള്ളൂ. അവിടെ ഒരു 10 സെന്റ് അടുത്ത സ്ഥലം മേടിച്ച് വീട് പണിതു. 3 മുറി ഹാള്, സിറ്റൗട്ട്, ഏരിയ എല്ലാം കൂടെ കൂട്ടി അകത്തെ എല്ലാ പരിപാടി എല്ലാം കഴിഞ്ഞ് പുറവും തേപ്പെല്ലാം കഴിഞ്ഞ് ബൈക്കിന് ലഭിച്ചിരിക്കുന്നു. ഇപ്പൊ താമസിക്കും. നമ്മൾ നേരത്തെ പണ്ട് താമസിച്ചോണ്ടിരുന്നില്ലേ അവിടെ മെയിൻ റോഡിൽ തന്നെ മേളിരിക്കുന്ന വീട് ഇറങ്ങുന്നിടത്ത് അല്ല ഇറങ്ങുന്നിടത്ത് വലിയ വീടാ. അതിന്റെ അപ്പുറത്തെ അതിനെ അറിയാതെ ഞാൻ പറയുമ്പോ കപ്പാട് നല്ല വീടൊക്കെ ആയിരുന്നു. കുറെ കഴിയുമ്പോ എല്ലാം ഇങ്ങനെ പോലും വരുന്നു. ചിഞ്ചിരി അറിയോ അവര് എല്ലാം മാറപ്പൊടിക്കല്ലേ ചെയ്തത്. അപ്പം അവര് മണലിലാണ് ചെയ്തെന്നൊക്കെയാ പറഞ്ഞത്. പിന്നെ പൊന്നെ അത് നമ്മള് മേളിൽ റൂഫ് ചെയ്യണം. ഞാനിപ്പോ ചെയ്തേക്കുന്നത് മൊത്തം മണലില്ല. അത് ഈ പമ്പാവലി നമുക്ക് അമ്മായിപ്പന്റെ കുഴപ്പമില്ല ഒരു പുള്ളിക്കാരന്. അത് ഈ മണലും ഇതുമായിട്ട് 1000 രൂപ വ്യത്യാസമുള്ള മണലിന് 1000 രൂപ കൂടുതലാ. ഒരു കഥയില്ല. ഏറ്റവും നല്ല ഇതാ. ഒന്നും അറിയാം. 3 ബെഡ്റൂം, 3 ബാത്റൂം, ഹാളും പിന്നെ ഹാളും ഡൈനിങ്ങും ഡ്രോയിങ്ങും ആയിട്ടാ. പെട്ടെന്നുള്ള പഠിത്തം ഇപ്പം അതിനായി സമയം കൊടുത്തില്ല. ഇത് കളിച്ച് പഠിച്ചല്ലോ. കൊറേ ആയില്ലേ ഇപ്പൊ. അല്ല ഇപ്പൊ കയ്യിലെ തീർന്ന് കഴിയുമ്പോ പരിപാടി നിർത്തി. ഇനിയിപ്പോ അടുത്ത ഇച്ചിരി ആയി കഴിയുമ്പോ അത് കഴിയുമ്പോ അതങ്ങ് കൊടുക്കും. അതങ്ങ് കൊടുത്തേക്ക് വേറൊരിടത്ത് സ്ഥലം കണ്ടിട്ടുണ്ട്. അവിടെ തന്നെ ആ റൂട്ടിൽ തന്നെ. പിന്നെ ഇതൊക്കെ നമ്മൾ ഇനിയിപ്പോ അടുത്ത ഇച്ചിരി ഞാൻ പറയുന്നത് എനിക്ക് വേറൊന്നും അല്ലെന്നേ. നമുക്ക് എന്നെ ഇച്ചിരി കിട്ടിയെങ്കിൽ മാത്രം നമ്മുടെ കാര്യങ്ങൾ നടക്കും. എന്നിട്ട് നമ്മൾ എവിടെ ഉള്ളിടത്തൊന്നും വൃത്തിയായിട്ട് ഇരിക്കണമെങ്കിൽ ഒന്നുമില്ലാതെ അവളെ ഒന്ന് കെട്ടിച്ചു വിടാനുള്ള പൈസയാണ് ഉണ്ടായാൽ നമ്മൾ തൃപ്തന. അധികം പൈസ ഒന്നും കിട്ടില്ല. മറ്റേത് എനിക്ക് വലിയധികം പൈസ ഒന്നും കിട്ടിയില്ല. 3 ലക്ഷം രൂപ അടുത്തേ കിട്ടിയിട്ടുള്ളൂ. എല്ലാം കൂടെ കഴിഞ്ഞു. ഇപ്പൊ പോയി നീ കഴിക്കും. ഇതാ ഇത് എന്റെ അമ്മ വല്യമ്മയാ, ശ്യാമളമ്മ. ഇത് നാരായണയുടെ അമ്മ ജയമ്മ. ഇത് എന്റെ അച്ഛൻ അപ്പ. ഞാൻ മുണ്ടക്കേത്താ. പേരൊന്ന് പറഞ്ഞേ. പേര് ശാംഭവി മുണ്ടക്കര. അല്ല അത് വീട് അപ്പന്റെ പേരെന്ന് പറഞ്ഞേ. അപ്പാടെ പേരെന്ന് പറഞ്ഞേ. അരുൺ. ആ സൂപ്പർ.
വെയിലൊക്കെ വന്നിട്ടുണ്ട്. ചെടി അപ്പയെ ചെന്നിട്ട് ഒരു കുഞ്ഞു ചേട്ടൻ വന്നിട്ട് പോയി. ഒരു ചേട്ടൻ ചെടി നട്ടു വെക്കാൻ ഒരു കുഞ്ഞു ചേട്ടൻ. ചെടി നട്ടു വെക്കാൻ കുഞ്ഞേട്ടൻ വന്നു. ഞങ്ങളത് കണ്ടില്ലോ. അപ്പയുടെ കൂട്ടുകാരി ചെടിയൊക്കെ നട്ടു വെച്ചൊരു കുഞ്ഞു ചേട്ടൻ വന്നില്ല പോയപ്പോ. അത് ഞാൻ പനി വെച്ചു പോയി. ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട് കുറച്ച് ശേഷം. വണ്ടൊക്കെ വെച്ച് ഞാൻ വയനാട്ടിൽ ഏത് വണ്ടിയാ? വണ്ടി ഓടിച്ചിട്ടുണ്ട്. എന്നാ വണ്ടി? സൈക്കിള് കുഞ്ഞ കുട്ടപ്പായും ഞാനും കൂടെ കളിച്ചിട്ടുണ്ട്. കളി നല്ല ഗെയിമല്ല. ഞാൻ TV കണ്ടു. ടില്ലുമിനാട്ട് കണ്ടു. വയനാട്ടിൽ സ്ഥലമില്ല. ഞങ്ങള് കൽപ്പറ്റയിലൊക്കെ മലയാളിയുടെ സ്വന്തക്കാരാണ്. ഞങ്ങളതിലെല്ലാം പോവായിരുന്നു ഇടയ്ക്കെല്ലാം. മലയാളി ഇപ്പൊ കിടപ്പായിട്ട് കുട്ടിബൊമ്മ നീ എന്റെ കുട്ടിബൊമ്മ എന്റെ അമ്മ ജിമിക്കമ്മ അതറിയാ അല്ലേ? ഞാൻ സിനിമ കണ്ടു. അപ്പൊ ഏത് സിനിമ? അപ്പൊ കണ്ടു വിജയ് മറ്റേ അവന്റെ പേരെ കിട്ടി. പേരെന്താന്ന് പറഞ്ഞ? കുമാറാണ്. കുമാരി ചോറുണ്ടായിരുന്നോ? വേണ്ട അവിടെ ചോറ് വിളമ്പി വെക്കുന്നു. 1 മണിയൊക്കെ കഴിയുമ്പോ അവിടെ ചോറൊക്കെ ഉണ്ട്. ഉച്ചക്കത്തെ ചോറ് ഞാൻ ബൈക്കിന് ഞാൻ കുറച്ച് ദിവസമായിരുന്നു. ഇടയ്ക്കല്ല, ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവനെ വിളിച്ചിട്ട് എന്നാ ഈ വരുമ്പോഴെല്ലാം എന്നെ ആരെങ്കിലും ഒന്നേ കാണും, അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും കോള് കാണും. ഞാൻ കുളിച്ചു സുന്ദരി കുട്ടിയായിട്ടിരിക്കുക അല്ലേ? ഞാൻ ഫോണിൽ കാണുന്നു. അതുകൊണ്ടാ ഫോണിൽ സേഫ് എടുക്കുക. അമ്മ ഹായ് ഗായ്സ്, ഒരു ചേട്ടൻ വന്നേക്കുന്നു. ഒരു ഹായ് ഗായ്സ്, മാമൻ വന്നേക്കുന്നു. മാമന്റെ പേരെന്നാ? ഗണേശ. പേരാടി മറന്നുപോയ. പിന്നെ നേരത്തെ പറഞ്ഞ തോമസ്. ജോസ്. ആ കണ്ടോ, സൂപ്പർ. കൈയോട് അവ നീ മറന്നിട്ടില്ല. കിടക്കും മെമ്മറിയിലുണ്ടല്ലേ? അത്രയും മതി. മൂത്തയാളുടെ പേര് ജീന. കളിക്കോ? പിന്നെ രണ്ടാമത്തെ ആളുടെ പേര് ജിത്തു. മൂന്നാമത്തെ ആളുടെ പേര് ജിസ്. പിന്നെ പക്ഷെ ഞാൻ പോകത്തില്ലെന്നുള്ളൂ. ബെഡൊക്കെ വെച്ചിട്ട് ജയമ വിളക്കൊക്കെ കത്തിച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ച് പിന്നെ ഉപ്പുമ്പളം കണ്ടു. അതേ ഉള്ളൂ. ആ സമയത്ത് തന്നെ നമുക്ക് വൈബ്. ഇവിടെ ചുമ്മാ വെള്ളം വീഴില്ല. അവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ അല്ലേ? ഇവിടെ ഇത്രയും ഭാഗത്ത് വെള്ളം വരത്തില്ല. ഇല്ല, ഒട്ടും നനയില്ല. സീറ്റിരിക്കുക അല്ലേ? ഇവിടെ നനയുന്ന ആ എർത്തിൽ അടിക്കുന്നതായിരിക്കും അല്ലേ? അല്ലേ? ഓ ഇല്ല, ഇപ്പം വരും. ഇവിടെ കയറി വരുന്നുണ്ട്. എന്നാ അടിപൊളി ഫോട്ടോ. അടിപൊളി ഫോട്ടോ. നീ നിന്നേ. ഒരു പരിധി കൂടുതൽ സമയം നിൽക്കുകയല്ല ഫോട്ടോയ്ക്ക്. ഒറ്റ ഇതേ ഉള്ളൂ അല്ലേ? ഈ വന്നേക്ക് പെട്ടെന്ന് അതാണ് ഈ ഏറ്റവും വലിയ. അതുകൊണ്ട് ഈ വരാൻ പഠിക്കുന്നു. നമ്മൾ ഈ വന്നേക്ക് ഈ പടവണമെന്നുള്ള പോക്കിന് വരാനാണ് പിന്നെ നല്ല കാര്യമില്ല. ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടല്ലേ? അടുക്കള
ഇതാ ബൈ നീ പോണോടി അമ്മയെങ്കിൽ 11 ഇറങ്ങിക്കോട്ടെ എന്നാ. ഓക്കെ സമയം ഒന്നങ്ങാണ്ട് എത്ര മണി റിമോട്ടൊക്കെ ഞാൻ പമ്മി വെച്ചു കൊച്ചേ പോവാ. ഇത് പോവാന്ന് ആം ബൈ ബൈ. ആ തുണികളൊക്കെ ആയിരിക്കും അല്ലേ? നല്ല കാര്യം. ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ നിങ്ങൾ വീട്ടിലെന്ത് തുണി എടുക്കുന്ന മതിയോ? ഇതിന് അപ്പുറത്തെ വീട്ടിലെല്ലായിട്ട് ആ ഇത് നമ്മുടെ ഇതിനകത്തല്ലേ? പോയേക്കുവാ. ഓക്കെ കേട്ടോ. വെള്ളപ്പാലുണ്ട് കൂട്ടുക അയ്യോ ഇത് ഞാൻ പോവാണോ പിന്നൊരു കാര്യം ഞാൻ ഓർത്താണ് എന്നാ പിന്നെ വേറെ വേണ്ട ഞാൻ ഭാഗം ഉണ്ടാക്കുന്നുണ്ട്. മഴ ഇത് കേക്ക് ഇത് ഒരു വീഡിയോ കാണുന്ന ആൻറ്റിയുടെ ഹായ് കേക്ക് തുറക്കപ്പേ എന്തിനോ തുറക്കാം അകത്ത് കയറി കേക്ക് തന്ന ശംഭവി ധാലക്ഷ്മി ആൻറ്റി രാജലക്ഷ്മി ആന്റിയുടെ ആരുടെ ബർത്ത്ഡേയാ ധാലക്ഷ്മിയുടെ കൊച്ചിന്റെ പിറന്നാൾ കൊച്ചിന്റെ പിറന്നാളല്ല ഹസ്ബൻഡിന്റെ അങ്കിളിന്റെ കേക്ക് മുറിക്കാവാ പിറന്നാളാ മുറിക്ക് ആരെ തന്നൊക്കെ അവൾക്ക് അറിയാല്ലേ അവിടെ ആ ടേബിൾ വെച്ചിട്ട് ടേബിളിൽ നിന്ന് വിട്ടേ ടേബിൾ വെച്ച് ജയമയ്ക്ക് മുഖത്ത് വെച്ചാൽ വേണ്ട മുഖത്ത് വെക്കരുത് നമ്മള് മുഖത്ത് വെക്കുന്നത് ശരിയല്ല കേട്ടാ പ്രത്യേകിച്ച് തുറക്കാം മുഖത്ത് വെക്കാനാണ് നിന്റെ മുഖത്ത് മാത്രം തേക്കാൻ തിന്നാൻ തരുന്നില്ല മതിയോ തുറക്കട്ടെ ആ തുറന്നേ തുറക്കുന്നേ മോളു 3:52 ഇങ്ങോട്ട് നോക്ക്
ശ്യാമളമ്മയ്ക്ക് വേണ്ടെന്ന് പോവാന്ന് ധൃതിയാണ്. ശരിക്കും നോക്കും. മുറിക്കപ്പേ അപ്പൊ ഇതന്നെ വായിച്ച ശാംഭവി? എൻ്റെ യാത്ര. ഇത് എന്നത്തിന്റെ ചിഹ്നം? ഇത് എന്നത്തിന്റെയാ? ഈ കാണുന്ന റെഡും ഒക്കെ റെഡ് യൂട്യൂബ് പോലത്തെ സാധനം. ആ യൂട്യൂബ് പോലത്തെ സാധനം അറിയിക്കാൻ വേണ്ടിയാണ്. മുറിക്കാം. ശാംഭവിയാ മുറിക്കുന്നേ. നാരായണി ഇടയ്ക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് നാരായണി ഞാൻ താമസിക്കും. നാരായണി താമസിക്കുമ്പോൾ ശ്യാമളമ്മയ്ക്ക് പോകേണ്ടതാണ്. അങ്ങനെ ആകുമ്പോൾ അതും കൊണ്ട് ശ്യാമളമ്മയ്ക്ക് കൊടുക്കണേ. അപ്പൊ ശ്യാമളമ്മയ്ക്ക് കൊടുക്ക്. ആ ശ്യാമളമ്മയ്ക്ക് കൊടുക്കാം. ശ്യാമളമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയില്ല നമ്മൾ നേരത്തെ മേടിച്ചല്ലേ, കുറച്ചുകൂടെ കഴിഞ്ഞ വേണ്ടിട്ട്. ഇത് എടുക്കട്ടെ. ബേസ്ബോർഡ് മാറ്റി കൂടെ വിളിച്ചേക്കും. വേണ്ട പ്ലാസ്റ്റിക് അല്ലേ? രാജലക്ഷ്മി ആന്റിയുടെ അങ്കിളിന്റെ പിറന്നാളാണ്. ലക്ഷ്മി ആന്റിയുടെ അങ്കിളിന്റെ അല്ല, തിരിച്ച് ഇങ്ങനെ മുറുകനാണോ? എത്രയും കേക്ക് മുറിച്ചിട്ട് എന്നും കേക്ക് മുറിയാ, എന്നിട്ടും അറിയത്തില്ല. ഞാൻ മുറിച്ചിട്ടില്ലല്ലോ. അങ്ങനെ എന്റെ ബർത്ത്ഡേ കേക്ക് ഇല്ലായിരുന്നല്ലോ. പാത്രം വേണ്ട. വരാൻ ഒരു പാത്രം. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. ആരുടെ പേര് പറഞ്ഞേ? ഹാപ്പി ബർത്ത്ഡേ. ആർക്ക്? എനിക്കതാ. പറഞ്ഞേ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. സുഭാഷ്. ഹാപ്പി ബർത്ത്ഡേ. സുഭാഷ് അങ്കിള്. മതിയോ? ആരാ? സുഭാഷ് അങ്കിൾ. എന്നാ കുഞ്ഞിന് അതെല്ലാവരും അവിടെ കളയോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്റെ അപ്പൊ എന്റെ യാത്ര എടുത്തു. എന്റെ യാത്ര യൂട്യൂബ്. നമുക്ക് എന്റെ യാത്രയിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ ഇത് കൊടുക്കാം. ഒരു സ്പൂൺ തരാം. സ്പൂൺ തരാം. സ്പൂൺ തരാം. ഏത്? അയ്യോ യൂട്യൂബ് പോയോ? എന്നാ എന്ന് വിളിച്ചു, ഇന്ന് വിളിച്ചോ? യൂട്യൂബ് അതും ക്രീമാ. കഴിഞ്ഞ പ്രാവശ്യം കേക്ക് കിട്ടിയപ്പോൾ ശ്യാമളമ്മ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ശ്യാമളമ്മ ഗുരുവായൂർ പോവുകയാണ്. ഗുരുവായൂർ പോകുന്നതിന് മുന്നേ ഞങ്ങൾ പിടിച്ചു നിർത്തി കേക്ക് മുറിക്കുകയാണ്. ഓക്കെ. മീശയോ? പെട്ടെന്ന് ഇപ്പോഴെങ്ങാണ്ടാ കൊണ്ട് വെക്കുന്നു. എന്റെ പൊന്നെ, നാരായണി ഉണ്ടായിരുന്നെന്ന്. നാരായണി ഉണ്ട്. നാരായണി ഇപ്പൊ വരും. നാരായണി വരും. അവള് പറഞ്ഞേക്ക ഞാൻ വന്നിട്ട് മുറിച്ചാ നിൽക്കുന്ന. തിന്നിട്ട് എനിക്ക് കുളിക്കണം. എന്നിട്ട് വേണം പോകാൻ. അത് അപ്പുറത്തോടെ ഞാൻ ഈ സാധനം കഴിക്കാം. എത്ര വന്നാലും കഴിക്കാം. എനിക്ക് കേക്ക് ഇഷ്ടമില്ല. ഇനി നാരായണി ചേച്ചിക്ക് രാവിലെ തൊട്ട് മണിയടിയാ കാറ്റാ. എന്നാ പറ. ഏതൊക്കെ ഉറപ്പില്ലേ? നല്ല നാളെ നമ്മുടെ
രാജലക്ഷ്മിയുടെ ആന്റിയുടെ പിറന്നാളാ. പിന്നെ ശ്യാമളമ്മയ്ക്ക് പോവണ്ടേ? ശ്യാമളമ്മ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു മുറിക്കാൻ പറഞ്ഞ പിന്നെ അതുകൊണ്ട് മുറിച്ചു. അപ്പൊ മുറിച്ചപ്പേ അമ്മ പോയില്ലല്ലോ. ഞാൻ പറഞ്ഞു നമ്മള് കാണിച്ച കേക്കല്ലത്. അപ്പൊ മുറിച്ചപ്പേ ഇവിടെ പറയാം അത് മതിയായിരുന്നു. അവള് മുറിച്ചെടുത്തോളൂ ആവശ്യത്തിന്. അപ്പം അത് മതിയായിരുന്നു നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ കേക്ക് മുറിക്ക്. ഏതായാലും മതി. നിനക്കുള്ളതാണ്. ബാക്കി എല്ലാം കഴിച്ചു. ആവശ്യം അധികം. ഗുരുവായൂർ അമ്പലനടയിൽ ശ്യാമളമ്മ ആദ്യമായിട്ട് പോകാന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കുറെ ശ്യാമളമ്മ മൂകാംബിക്കുണ്ട് എന്നിട്ട് എന്നെ പ്രയോജനം ഇല്ല. ശ്യാമളമ്മ ഞാൻ കുറെ മൂകാംബിക്കുണ്ടായിരുന്നു ഒരു 5-6 പ്രാവശ്യം കണ്ട് എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഇതുണ്ടോ മൂകാംബിക്ക്? അല്ല ഇവിടെ ആദ്യം പോകണം. എനിക്ക് അറിയത്തില്ല കൊണ്ട് ചോദിച്ചോ. ആര് ഗുരുവായൂർ ആദ്യം പോവാ? ആണോ? നമ്മുടെ കൂടെ കൂടിയോണ്ട് മൂകാംബിയൊക്കെ ഉണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞ എനിക്കറിയത്തില്ല ആദ്യം പോകാൻ. ആദ്യമായിട്ട് പോകുമ്പോഴാണോ ഇത്രയ്ക്ക് നോയമ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നേ? അത് നോയമ്പെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ അതിന് എത്ര ദിവസം നോയമ്പുണ്ട്? ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ നല്ല നോയമ്പ് വേണ്ടി വന്നാൽ ഇത്രയും പ്രായമായിട്ടല്ലേ പോകുന്നത് ആദ്യമായിട്ട്. നമ്മളൊക്കെ ചെറുപ്പം തൊട്ട് ചുണ്ണനും കൂടെ ഞാൻ കൂടെ കൊണ്ടിരുന്നത്. ആ നോയമ്പല്ല ഞാൻ ചോദിച്ചത് എത്ര ദിവസം എടുത്തെന്ന് ചോദിച്ചത്. പിന്നെ ഇവിടെ അല്ലേ ഇരിക്കുന്നത്? എന്നാ പോയേ? ഞാൻ എടുത്തില്ല. ശ്യാമളമ്മ എടുത്ത് വെച്ചേക്കുന്നതാണ് പാത്തവിടെയോ. എന്നിട്ട് മറന്നുപോയി. പച്ചക്കറി എന്തെങ്കിലും ഒരു എടി നീ എപ്പോഴും അല്ലല്ല നീ ഡാൻസിന് പോകുമ്പോ ഏത് അതാണല്ലോ കൊണ്ടുപോകുന്നേ? ചോദിക്കണം. ഞാൻ വിളിച്ച് ഞാൻ ചോദിക്കും ഉണ്ടെന്ന് അറിഞ്ഞാണല്ലോ ഈ സെക്കൻഡ് ഇവിടുന്ന് ഞാൻ പറഞ്ഞു കൊടുങ്ങനെ. എന്നാലും പടി നീയൊക്കെ പോടിയെന്ന് എല്ലാരുമായിട്ട്. ഇപ്പൊ നാരായണി, ജയ, ഞാന്, മാതാശ്രീ അത് കണ്ടില്ലെങ്കിൽ അമ്മ ശാന്തമായുള്ളൂ. ഭഗവാനെ കാണാൻ പോവല്ലേ? മാറി ചായ കുടിച്ചോ? ഇല്ലെന്ന് വേണ്ടെന്ന്. എനിക്ക് നിന്റെ ചായ വേണ്ട. മറന്നുപോയാ വേണം ഇവിടെ കൊണ്ടുതരാം. തണുത്ത് കാണും. ഇപ്പൊ ഒറ്റ വലി വലിച്ചാൽ മതി. നല്ല സൂപ്പർ ചായയായിരുന്നു ഇന്നത്തെ. ഫോണെടുക്കാൻ നേരം കാണിയല്ല. ഒള്ളി പ്രദൂഷണം ലൈവ് ഇപ്പഴത്തോ വലിയ ഫോട്ടോ എന്തിനാ മേടിച്ചോണ്ട് ഒരു സെൽഫി എടുക്കാന്നല്ലായിരുന്നു. എൻ്റെ കൂടെ വേണ്ടായിരുന്നു. അല്ല അവിടെ ഗുരുവായൂർ പോകുമ്പോ അതിനകത്ത് കയറ്റിയല്ല ഇങ്ങനെ വെളിയെങ്കിലും ആദ്യമായിട്ട് ഗുരുവായൂർ പോകുന്ന ശ്യാമളമ്മയാണ്. എനിക്കറിയത്തില്ലായിരുന്നു. നമ്മൾ കുറേ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. കർണാടകയിൽ ഉടുപ്പി, മൂകാംബിക, ശൃംഗേരി വന്നിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, അറിയത്തില്ല. ധർമ്മസ്ഥലല്ലോ, ധർമ്മസ്ഥലം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എവിടെയാണ് കൊണ്ടുപോയിട്ടുള്ള ശ്യാമളമ്മനെ? മുർഡേശ്വർ. ജോസേട്ടൻ അപ്പച്ചി ഇല്ല, അപ്പച്ചി കായൽപ്പള്ളിയുള്ള ജോസ് എന്ന് പറയുന്നത് കൂട്ടുകാരൻ. കണ്ടാ അറിയായിരിക്കും, വീഡിയോ കാണുമ്പോൾ അറിയാം. ആ
പിന്നെ നമ്മുടെ രാജലക്ഷ്മിയുടെ ഹാപ്പി ബർത്ത്ഡേ എന്നാ നാലലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ എന്നാ പറയുന്നത്? രാജലക്ഷ്മി എന്നാണോ പറയുന്നത്? ലക്ഷ്മി ആന്റി ആ ആന്റിയുടെ പിറന്നാള്. ആന്റിയുടെ അല്ല, ചേട്ടൻ്റെ. രാജലക്ഷ്മിയുടെ വൈഫിന്റെ വൈഫല്ല, പിന്നെ ഹസ്ബൻഡിന്റെ ഹാപ്പി ബർത്ത്ഡേ. കേക്ക് നീ പറ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറ. ഇങ്ങോട്ട് നോക്കി പറ, ക്യാമറയില് ഹായ് ഗെയ്സ് എന്നൊക്കെ പറയുന്ന പോലെ പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് ഇവിടെ നോക്കി പറയടി, ഇവിടെ ക്യാമറയിൽ നോക്കി പറ. ഒച്ച പറയടി, കേക്കത്തില്ല. കരയുന്നു. പറ. നീ പറ, ഇവിടെ ക്യാമറ നോക്കി പറഞ്ഞേ, എന്നിട്ട് പിന്നെ ബാക്കി സംസാരിക്കാം. ഒച്ചയ്ക്ക് ഇവിടെ ഇവിടെ നോക്ക്. ആ അല്ലാതെ ഭയങ്കര ഇതാണല്ലോ. ആ പറ. ആ കലക്കി മിടുക്കി. ഞാനത് പറയണ്ടായിരുന്നു. എനിക്ക് പറയേണ്ട ഡയലോഗ് കൂടെ നീ പറയുക. ഇതേ കൂടെ കേട്ടിക്കൊണ്ടിരുന്നു. മറ്റേ കുറ്റോനൊക്കെ ആണെങ്കിൽ വണ്ടി വരുന്നില്ല. വണ്ടി കൊടുത്തേക്കാണ്ടി അതൊന്നും നടക്കില്ല ഇപ്പൊ. അതിനോ വണ്ടിക്കച്ചവടം നമ്മൾ രാവിലെ പോയി ഇപ്പം ഡിസംബറിൽ പ്രൊമോഷൻ ആവും. അമ്മ പിള്ളേര് വിട്ട് സങ്കടത്തോടെ ഒരു നോട്ടോ, താല്പര്യമൊന്നും ഇല്ല പിന്നെ നല്ല സ്റ്റൈലിലൊരു നോട്ടോ അല്ലേ, അങ്ങനെ തോന്നിയില്ലേ? പോവാണേ. വണ്ടി വരുന്നു, വണ്ടി വരുന്നു. വേറെ ഓട്ടോ ഇങ്ങോട്ടായിരിക്കും. അല്ല അതാണ് മറ്റേ ചേർന്നാ. കെട്ടടി കൂടുതലുള്ളത് ഞാൻ അങ്ങോട്ട് കൊടുത്തത് ഉള്ളി രണ്ടു കൂടുതലുള്ള എടുത്തേ, രണ്ടും ഒരുപോലെ തന്നെയാന്ന് തോന്നുന്നു. പൊന്നാ കുഞ്ഞിനോട് അവിടെ എന്നാ പരിപാടി എന്താ അവിടെ പമ്പ നിൽക്കുമോ നോക്കുമ്പോ? ആ നീ എന്നെ ബുഷാണ് അവിടെ ഊരി കളഞ്ഞേ, എന്നെ കളഞ്ഞപ്പം മുടി കെട്ടി തരാം. എത്ര പ്രാവശ്യം അടി കെട്ടി തരുന്നേ? ഇപ്പൊ നിനക്ക് കെട്ടി തന്നല്ലേ ഉള്ളൂ.